ഇന്ന് രാത്രി നമ്മുടെ 11, 12 വാക്യത്തിൽ അത് 9, 10 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. വേഴ്സ് നമ്പർ 9 and 10. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വേദവാക്യമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത്. ഇവിടെ ഞാൻ പറയുണ്ടായി ഈ വാക്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിനെ ഒരു കാത്തിരിപ്പിലേക്ക് നടത്തി. ഈ കഴിഞ്ഞ നാളുകളൊക്കെ നമ്മൾ വിശ്വാസത്തെ നമ്മൾ കണ്ടത് സഡനായിരിക്കുന്ന ഒരു ആക്ഷനെ ആകുമ്പോൾ, ഇപ്പോൾ നമ്മൾ കാണുവാൻ പോകുന്ന വിശ്വാസം ഒരു സഡനായിരിക്കുന്ന ഒരു ആക്ഷൻ അല്ല, മറിച്ച് മറ്റൊന്നാണ്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. പലപ്പോഴും നമ്മുടെ വിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ആക്റ്റീവായിട്ട് എന്തെങ്കിലും പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഇവിടെ അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിനെ എവിടേക്ക് നടത്തി? ഒന്ന് വായിച്ചിട്ട് ഒരിക്കൽ കൂടെ അതിൻ്റെ 9ാമത്തെ വാക്യം മതി. വാഗ്ദത്ത ദേശത്ത് 10ാമത്തെ വാക്യം അവസാന ഭാഗം. അവൻ കാത്തിരുന്നു. നിങ്ങൾ നോട്ട് ചെയ്താട്ട് അവൻ വാഗ്ദത്ത ദേശത്ത്, അതിനോടുകൂടെ കൂടെ കോട്ട് ചെയ്യേണ്ട ഭാഗമാണ് ഒരന്യദേശത്തെന്ന പോലെ. അബ്രഹാം ആയിരുന്നത് വാഗ്ദത്ത ദേശത്ത്, എന്നാൽ താൻ പ്രവർത്തിച്ചത് ഒരന്യദേശമെന്ന പോലെ. ഇന്ന് വളരെ ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഒരന്യദേശത്തെന്ന പോലെ അബ്രഹാം എന്ത് ചെയ്തു? കാത്തിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, 75ാമത്തെ വയസ്സിൽ തേജോമയനായിരിക്കും ദൈവം അബ്രഹാമിനെ പ്രത്യക്ഷമായി വിളിച്ച് വേർതിരിച്ച് മുൻപോട്ട് കൊണ്ടുവന്നിട്ട് ഞാൻ നിന്നെ കാണിപ്പാൻ ദേശത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് സ്വർഗത്തിലെ ദൈവം വിളിച്ചുകൊണ്ട് വന്ന ആ കനാൻ നാട്ടിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ അതേ സ്ഥലത്ത് അബ്രഹാം അവിടെ ചുറ്റുപാടുകൾ നടന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ ദൈവം തനിക്ക് അവകാശമായി കൊടുത്ത സ്ഥലമാകുന്നുവെങ്കിലും ആ അവകാശം പൊസസ് ചെയ്യുവാൻ താൻ ആഗ്രഹിക്കാതെ അബ്രഹാം കാത്തിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. വാസ്തവത്തിൽ അബ്രഹാം ആയിരുന്നത് ദൈവം പ്രോമിസ് ചെയ്ത ലാൻഡിൽ, ദൈവം വാഗ്ദത്തം ചെയ്ത വാഗ്ദത്ത നാട്ടിലാണ് ആയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ വിശ്വാസികളാകുന്ന നമുക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുവാനായിട്ട് സാധിക്കും. ദൈവം വിളിച്ചുകൊണ്ട് വന്നു, സ്വന്തം പ്രതിഭവനത്തെയും ചാർച്ചക്കാരെയും എല്ലാവരെയും വിട്ട് പോരുക എന്ന് കൽപ്പിച്ച് കൊണ്ടുവന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്ത് അബ്രഹാമിൻ്റെ ഒരു അവകാശമായിരുന്നു അബ്രഹാം വാഗ്ദത്തം ഏറ്റെടുക്കുക എന്നുള്ളത്. ശ്രദ്ധിക്കണം ഞാൻ പറഞ്ഞ വേർഡ്. ദൈവമാണ് വാഗ്ദത്തം കൊടുത്തത്. വാഗ്ദത്ത നാട്ടിലാണ് അബ്രഹാം ആയിരിക്കുന്നത്. ഈ വാഗ്ദത്ത നാട്ടിൽ അബ്രഹാം ആയിരിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഒരു പദവി ആയിരുന്നു, ഒരു അവകാശമായിരുന്നു ദൈവം വാഗ്ദത്തം ചെയ്തത് അവകാശമാക്കുക എന്നുള്ളത്. ദൈവം വാഗ്ദത്തം ചെയ്തത് തൻ്റെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കുക എന്നുള്ളത്. പകരം അബ്രഹാം ചെയ്തത് മറ്റെന്തിനോ വേണ്ടി അബ്രഹാം കാത്തിരുന്നു. വാഗ്ദത്ത ദേശത്ത് താൻ ജീവിക്കുമ്പോൾ ഒരന്യദേശമായിട്ട് താൻ അത് കാണുവാനിടയായി തന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവം നമുക്കൊരു വാഗ്ദത്തം തന്നു. ആ വാഗ്ദത്തം നമ്മൾ പ്രാപിക്കുവാനായിട്ട് വി ആർ പ്രേയിങ് ഫോർ ഇറ്റ്. നമ്മൾ വളരെയധികമായിട്ട് പ്രാപിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് അവകാശമാക്കുവാനുള്ള ഒരു പൊസിഷനിൽ ഞാൻ നിങ്ങളുമായിരിക്കുമെങ്കിൽ ഞാനും നിങ്ങളും അത് അവകാശമാക്കേണ്ടത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നതാണ്. എന്നാൽ ഇവിടെ എന്തില്ല? ഈ വാഗ്ദത്ത ദേശത്ത് അബ്രഹാം കാത്തിരിക്കുക. എന്താണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത? ഞാൻ തുടക്കമായിട്ട് 1, 2, 3 സ്റ്റെപ്സായിട്ട് ഞാൻ ഈ ഭാഗത്തെ ഒന്ന് കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുക. എന്താണ് ഇവിടുത്തെ അബ്രഹാമിൻ്റെ പ്രത്യേകത? അവിടെ പറയുന്നു, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത്, ഒരന്യദേശത്തെന്ന പോലെ. ഞാൻ ആ ഭാഗം പിന്നീട് ചിന്തിപ്പിക്കുവാനായിട്ട് വിടുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് പറയുന്നു, എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ള നഗരത്തിനുമായി കാത്തിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കാണുന്നത് വിശ്വാസികളുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ആ ദൈവം പറഞ്ഞതനുസരിച്ച് ഇറങ്ങിത്തിരിച്ച് മുൻപോട്ട് കടന്നു വന്ന തൻ്റെ 100ാമത്തെ വയസ്സിൽ തനിക്കൊരു മകൻ ജനിക്കുകയും അവന് ഇസ്ഹാക്ക് എന്ന് പേര് കൊടുക്കുകയും തുടർന്ന് ഇസ്ഹാക്കിന് ജനിച്ചതായിരിക്കുന്ന യാക്കോബിനോടുകൂടെ
അബ്രഹാം ഒരു കൂടാരത്തിൽ പാർത്തുവെന്ന് നമ്മൾ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും കൂടെ ഒരേ കൂടാരത്തിൽ പാർക്കുവാനായിട്ടിടയായിത്തീർന്നു. നിങ്ങൾ ഇത് പെട്ടെന്ന് നിങ്ങളെ ഒന്ന് ചിന്തിപ്പിച്ച് വരട്ടെ. അതിൽ നമ്മൾ കാണുവാൻ സാധിക്കുന്നു. ഒന്ന് വായിച്ചാട്ട് അബ്രഹാമിൻ്റെ ആയുഷ്കാലത്തിലേക്ക് ഒന്ന് കടന്നു വന്നാട്ട് ഉൽപ്പത്തി, ജനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 7. 175 സംവത്സരമായിരുന്നു അബ്രഹാമിൻ്റെ ആയുഷ്കാലം. 175 വയസ്സ് വരെ അബ്രഹാം ജീവിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, അബ്രഹാമിന് ഒരു മകൻ ജനിച്ചതായ സമയത്ത് അബ്രഹാമിൻ്റെ വയസ്സ് എത്ര ആയിരുന്നു? 100ാമത്തെ വയസ്സ്. ഇസ്ഹാക്ക് അബ്രഹാമിന് ജനിക്കുമ്പോൾ 100 years old. 100ാമത്തെ വയസ്സ്. ഉൽപ്പത്തി 17-ാം അധ്യായം 21-24 വാക്യം. ജനസിസ് ചാപ്റ്റർ 17 വേഴ്സ് നമ്പർ 21 and 24. ഇനിയത്തെ ആണ്ട് ഈ സമയത്ത് അപ്പോൾ നെക്സ്റ്റ് കൊല്ലം ഇതേ സമയം ദൈവം കൽപ്പിച്ചു, അടുത്ത വർഷം ഇതേ സമയം സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാകും. 24ാമത്തെ വാക്യം. അപ്പോൾ 99ാമത്തെ വയസ്സിലാണ് പരിച്ഛേദനയേറ്റത്. 99ാമത്തെ വയസ്സിൽ നിന്നുകൊണ്ടാണ് ദൈവം കൽപ്പിച്ചത്, അടുത്ത വർഷം ഇതേ സമയത്ത് സാറയിൽ നിന്ന് നിനക്കൊരു കുഞ്ഞുണ്ടാകും. എത്രാമത്തെ വയസ്സിലാണ് കുഞ്ഞ് ജനിച്ചേ? 100ാമത്തെ വയസ്സിൽ. അബ്രഹാമിൻ്റെ 100ാമത്തെ വയസ്സിൽ. പിന്നീട് ഇസ്ഹാക്കിന് കുഞ്ഞ് ജനിച്ചത് എത്രാമത്? 25-ാം അധ്യായം ജനസിസ് ചാപ്റ്റർ 25 വേഴ്സ് 26. അപ്പോൾ ഇസ്ഹാക്കിൻ്റെ 60ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്കിന് 2 മക്കൾ ജനിച്ചത്. ഏശാവും യാക്കോബും ജനിക്കപ്പെടുവാനിടയായിത്തീർന്നത് ഈ പർട്ടിക്കുലർ സമയത്താണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയോണം, 175 വയസ്സ് പ്രായമുള്ള അബ്രഹാമിനോടുകൂടെ ഈ 2 മക്കളും കൊച്ചുമക്കളും, മകനും കൊച്ചുമകനും കൂടെ താമസിക്കേണ്ടി വന്നപ്പോൾ കൊച്ചുമോന് എന്തോ പ്രായമുണ്ടായിരുന്നു. അബ്രഹാമിൻ്റെ 100ാമത്തെ വയസ്സിൽ ആര് ജനിച്ചു? ഇസ്ഹാക്ക്. ഇസ്ഹാക്കിൻ്റെ 60ാമത്തെ വയസ്സിൽ ആര് ജനിച്ചു? അബ്രഹാം മരിക്കുമ്പോൾ 175 വയസ്സ്. അങ്ങനെയെങ്കിൽ ഇസ്ഹാക്കിന് എത്ര വയസ്സ്? 75 വയസ്സ്. വെരി ഗുഡ്. യെസ്, 15 വർഷം, 15 years. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിന് മകൻ ജനിക്കുന്നത് 100ാമത്തെ വയസ്സിൽ, ഇസ്ഹാക്ക് കുഞ്ഞ് ജനിക്കുന്നത് 60ാമത്തെ വയസ്സിൽ. എന്ന് പറഞ്ഞാൽ അബ്രഹാമിൻ്റെ 160ാമത്തെ വയസ്സിലാണ് ഇസ്ഹാക്കിന് 2 കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. 175ാമത്തെ വയസ്സിൽ അബ്രഹാം മരിച്ചു. അങ്ങനെയെങ്കിൽ നീണ്ട 15 വർഷക്കാലം വല്യപ്പൻ മകനോടും കൊച്ചുമകനോടും കൂടെ ഒരുമിച്ച് ജീവിച്ചു എന്നുള്ളത് ഒരു വളരെ പ്രാധാന്യം അറിയിക്കുന്നു. അപ്പോൾ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്തല്ല, മനസ്സിലാക്കുവാൻ കഴിവുള്ള സമയത്ത് ഈ അബ്രഹാമും ഇസ്ഹാക്കും യാക്കോബും ജീവിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോൾ അവർ ജീവിച്ചു എന്നുള്ളതല്ല അതിൻ്റെ വിഷയം. പിന്നെയോ ഇവരുടെ പ്രത്യേകത എന്താ? അവിടെ 9ാമത്തെ വാക്യം വീണ്ടും ഒരിക്കൽ കൂടെ വായിച്ചാണ്. വേഴ്സ് 9. അന്യദേശത്തെന്ന പോലെ ശ്രദ്ധിക്കണം, വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ അപ്പോൾ ഈ അബ്രഹാം കൂടാരങ്ങൾ പാർത്തു എന്നുള്ളത് വല്യപ്പന വിവരമൊന്നുമില്ലാത്തതായതുകൊണ്ട് പുള്ളിയൻ കൂടാരത്തിൽ പാർത്തതാ. പക്ഷേ അവിടെ വല്യപ്പൻ മാത്രമല്ല, മകനും കൊച്ചുമകനും വരെ വല്യപ്പൻ്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നു എന്നുള്ളത് ഒരു വാസ്തവമാണ്. വല്യപ്പച്ചൻ കൂടാരങ്ങൾ താമസിച്ചുകൊണ്ടല്ല കൊച്ചുമകൻ കൂടാരങ്ങൾ താമസിച്ചത്. വല്യപ്പച്ചൻ എന്തുകൊണ്ട് കൂടാരങ്ങൾ താമസിച്ചു എന്നുള്ളത് കൊച്ചുമകൻ മനസ്സിലാക്കിയതാണ്. കൊച്ചുമകനും വല്യപ്പനോടുകൂടെ കൂടാരങ്ങൾ പാർക്കുവാൻ ഇടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പറയുന്ന വിഷയം നിങ്ങൾ മനസ്സിലാക്കണം. അബ്രഹാമിന് ഒരു പ്രത്യേകമായ വിഷൻ ഉണ്ടായിരുന്നു. വെറുതെ അല്ല അബ്രഹാം കൂടാരങ്ങൾ പാർത്തുകൊണ്ടിരുന്നത്. ആ വിഷൻ അനുസരണമായിട്ട് അബ്രഹാം എന്ത് ചെയ്തു? തൻ്റെ മകൻ്റെ ജീവിതത്തിൽ അത് ഇമ്പാർട്ട് ചെയ്ത് കൊടുക്കുവാൻ കാരണമായിത്തീർന്നു. ആ വിഷൻ തൻ്റെ കൊച്ചുമകനും ഇമ്പാർട്ട് ചെയ്യുവാനിടയായിത്തീർന്നു. ഇവരുടെ ആരുടെയും ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ ദൈവം വാഗ്ദത്തം ചെയ്ത ദേശത്താണ് ഇവർ 3 പേരും ആയിരുന്നതെങ്കിലും ഇവരാരും ആ വാഗ്ദത്ത ദേശത്ത് ഒരു സ്ഥിരമായിരിക്കുന്ന ഒരു കെട്ടിടം പണിയുവാൻ ഇവരാരും താല്പര്യപ്പെട്ടില്ല. ഇവർ എല്ലാവരും കൂടാരങ്ങൾ പാർത്തുകൊണ്ടിരുന്നു. നിങ്ങൾ മനസ്സിലാക്കുക, ഇതേ സ്ഥാനത്ത്
വേറൊരു വ്യക്തിയെ ഞാൻ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. വായിച്ചോട്ട് ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം 1-2 വാക്യം. ജെനസിസ് ചാപ്റ്റർ 19 വേഴ്സ് 1 and 2. ഞാൻ സോദോമിലേക്ക് കടന്നു വരികയാണ്. അബ്രഹാമിൻ്റെ അടുക്കൽ നിന്ന് 2 ദൂതന്മാർ സോദോമിലേക്ക് കടന്നു വന്നു. വായിച്ചോട്ട് ശ്രദ്ധിക്കണം. എവിടെ? സോദോം പട്ടണത്തിൻ്റെ പട്ടണവാതുക്കൽ ഇരിക്കുക എന്ന് പറയുന്നത് അവൻ ന്യായാധിപനായിരുന്നു. ഭരിക്കുവാൻ തക്കണം ആ ദേശത്തിൽ ഒരു ഭരണകർത്താവായിട്ട് ലോത്ത് മാറ്റപ്പെട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊക്കോളാം എന്ന് പറഞ്ഞ് അബ്രഹാം ഒഴിഞ്ഞുകൊടുത്ത സ്ഥലമാണ് ഈ ലോത്ത് ഏറ്റെടുത്തെങ്കിലും ലോത്ത് നീരോട്ടമുള്ള സ്ഥലമെന്ന് കണ്ട് മനസ്സിലാക്കി അവിടെ കടന്നു ചെന്നപ്പോൾ ലോത്ത് ആദ്യമായിട്ട് ചെയ്യുന്നത്, ഇത് ഒത്തിരി കാലങ്ങളൊന്നും മുൻപോട്ട് പോയിട്ടില്ല, എന്നാൽ ആ ചുരുക്കം ചില സമയം കൊണ്ട് ലോത്ത് ചെയ്തത് എവിടെ വന്ന് വെളിപ്പെട്ടു? പട്ടണവാതുക്കൽ വെളിപ്പെടുവാനായിട്ടിടയായി തീർന്നു. നെക്സ്റ്റ് വേർഡോട് താഴെ ഒന്ന് വായിച്ചാട്ട്. അടിയൻ്റെ വീട്ടിൽ വന്ന് എനിക്കൊരു വീടുണ്ട്, നിങ്ങൾ അങ്ങോട്ട് വരണം. എന്നാൽ അതേ സ്ഥാനത്ത് അബ്രഹാമിനെ നിങ്ങൾ നോക്കിയാട്ട് 18 അധ്യായം 1 വാക്യം, ചാപ്റ്റർ 18 വേഴ്സ് 1. അബ്രഹാം എവിടെയായിരുന്നു? കൂടാരവാതുക്കൽ. ലോത്ത് എവിടെയായിരുന്നു? വീട്ടിൽ. എന്ന് പറഞ്ഞാൽ 2 പേരും ഒരുമിച്ച് ഇറങ്ങിത്തിരിച്ചതാണെങ്കിലും ലോത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങ് മാറി. ലോത്ത് ഒരു സ്ഥിരതയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. ഒരു കൂടാരത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്ഥിരമല്ല, അത് മാറിക്കൊണ്ടിരിക്കും, മാറ്റിക്കൊണ്ടേ ഇരിക്കണം, സ്ഥിരമായിട്ടൊന്നും പറയുവാനില്ല. എന്നാൽ ലോത്തിൻ്റെ പൊസിഷൻ അതായിരുന്നില്ല. ഒരു നല്ല സ്ഥലം ലോത്ത് കണ്ടപ്പോൾ, താമസിക്കുവാൻ പറ്റുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ലോത്ത് ആദ്യം ചെയ്തത് നമ്മളെപ്പോലെ സ്ഥിരമായിട്ട് വസിക്കുവാനുള്ള പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തു. നമുക്കറിയാമല്ലോ, നമ്മളൊക്കെ ആദ്യം നോക്കുന്ന പ്ലാനിങ് എന്ന് പറയുക ഇതാ. കാരണം ആക്ച്വലി എന്ത് സംഭവിച്ചു ഈ വിഷയത്തിൽ? ഞാൻ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലായോ? അബ്രഹാം കൂടാരവാതുക്കലാണ് ഇരുന്നത് എന്ന് പറഞ്ഞാൽ അബ്രഹാം അതുവരെ കൂടാരങ്ങൾ പാത്തുകൊണ്ടിരുന്നപ്പോൾ അബ്രഹാം ചെയ്തത് തൻ്റെ മകനാകുന്ന ഇസ്ഹാക്കിനോടും തൻ്റെ കൊച്ചുമകനാകുന്ന യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർക്കുവാനിടയായിത്തീർന്നു. അവർ 3 പേരും ആ കൂടാരങ്ങൾ പാർത്തു. എന്നാൽ ഇവിടെ ഈ കൂടാരങ്ങൾ പാർക്കുവാനിടയായപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, അബ്രഹാം ചെയ്തത് ശരിയോ തെറ്റോ? അല്ലെങ്കിൽ ഇവിടെ ആ വിഷയത്തിലേക്ക് വരുന്ന മുമ്പ് ഞാൻ ഒന്നുകൂടെ പോകട്ടെ. ഇവിടെ പറയുന്നു അവൻ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു വേർഡാണത്. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും. അപ്പോൾ they were the partakers of the promise of God. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾക്ക് അവർ കൂട്ടവകാശികളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണം, ദൈവം അബ്രഹാമിനോട് കൽപ്പിച്ചു, അബ്രഹാമേ, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും നീ പ്രവാസം ചെയ്യുന്ന ഈ ദേശം ഞാൻ അവകാശമായി തരും. പക്ഷെങ്കിൽ ഒന്ന് മനസ്സിലാക്കണം, ഈ ഒരു അബ്രഹാമിന് കൊടുത്ത പ്രോമിസ് കൊണ്ടല്ല ഇസ്ഹാക്ക് ഇപ്പോൾ പറയുവാനിടയായി തീർന്നത്. ഇസ്ഹാക്ക് ഇവിടെ കൂട്ടവകാശിയായി തീർന്നത് ആ സമയത്തല്ല. ഓഫ് കോഴ്സ് അബ്രഹാമിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് അബ്രഹാമിൻ്റെ സകല അനുഗ്രഹങ്ങൾക്കും ഇസ്ഹാക്ക് യോഗ്യനാണ്. എന്നാൽ ഇസ്ഹാക്ക് തൻ്റെ ജീവിതത്തിൽ ഞാനിതിന് കൂട്ടവകാശി എന്ന് പറയുവാൻ ഒരു കാരണമുണ്ട്. വായിച്ചാട്ടെ ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം. ഉൽപ്പത്തി പുസ്തകം 26 അധ്യായം അതിൻ്റെ 3 വാക്യം. ശ്രദ്ധിക്കണം നിങ്ങൾ ഈ വേർഡ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാഗ്ദത്തം, അബ്രഹാമിനോട് പറഞ്ഞു, ഈ ദേശം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമായി തരും. ഇത് മതിയായിരുന്നു ഇസ്ഹാക്കിന് ഈ വാഗ്ദത്തത്തിൽ മുറുകെ പിടിക്കാമായിരുന്നു. ഇസ്ഹാക്കിന് ഇതിനകത്ത് അനുഗ്രഹം പ്രാപിക്കാമായിരുന്നു. എന്നാൽ ഇസ്ഹാക്ക് ചെയ്ത ഒരു കാര്യമുണ്ട്. നിങ്ങൾക്കറിയാം, ആ പ്രത്യയമായിരിക്കുന്ന ചാപ്റ്റർ നമ്മൾ പഠിക്കുമ്പോൾ ഒരു വലിയ മിസ്റ്ററി ഈ പ്രത്യയമായിരിക്കുന്ന ചാപ്റ്റർ 26 അധ്യായത്തിലുണ്ട്. ഇസ്ഹാക്കിൻ്റെ കാലത്ത് ഒരു വലിയ ക്ഷാമമുണ്ടായ സമയത്ത് മിസ്രൈമിലേക്ക് പോകുവാനായിട്ട് ഈ ഇസ്ഹാക്ക് ആഗ്രഹിച്ച് മിസ്രൈമിലേക്ക് പോകുവാൻ തുടങ്ങിയപ്പോൾ സ്വർഗത്തിലെ ദൈവം ഇടപെട്ടിട്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞേ, നീ ഇപ്പോൾ മിസ്രൈമിലേക്ക് പോകണ്ട,
പകരം ഈ ദേശത്ത് നീ വിതയ്ക്ക, ഞാൻ നിന്നെ അനുഗ്രഹിക്കാമെന്ന് പറഞ്ഞു. മാനുഷികമായിരിക്കുന്ന കാഴ്ചപ്പാട് കൊണ്ട് നോക്കിയാൽ ഇപ്പോൾ സുഭിക്ഷത മിസ്രൈമിലായതുകൊണ്ട്, യോസഫിൻ്റെ കാലമല്ല ഞാൻ പറഞ്ഞു വരുന്നത്, ഇസ്ഹാക്കിൻ്റെ കാലം. ഇസ്ഹാക്കിൻ്റെ കാലത്ത് സുഭിക്ഷത മിസ്രൈമിലാകുന്നുവെങ്കിൽ ആ ഇപ്പോഴത്തെ ക്ഷാമം മാറ്റുവാനുള്ള ഏക വഴി ആ മിസ്രൈമിലേക്ക് പോകുകയാണ്. അതിനുവേണ്ടിയാണ് ഇസ്ഹാക്ക് ഒരുങ്ങിപ്പുറപ്പെടുവാൻ തുടങ്ങിയത്. താൻ ഒരുങ്ങിപ്പുറപ്പെടുവാൻ തുടങ്ങിയ സമയത്താണ് സ്വർഗത്തിലെ ദൈവം വെളിപ്പെട്ടുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു, കുഞ്ഞേ, നീ ഇപ്പോൾ മിസ്രൈമിലേക്ക് പോകണ്ട, നീ ഈ ദേശത്ത് താമസിക്കുക. സ്വർഗത്തിലെ ദൈവം പറയുന്നു, ക്ഷാമമുള്ള സ്ഥലമാണ്, നീ ഇവിടെ താമസിക്കുക. ദൈവത്തിൻ്റെ ആ വാക്ക് കേട്ട് ഇസ്ഹാക്ക് ആ ദേശത്ത് താമസിച്ച് അവിടെ കൃഷി ചെയ്തതാണ് നൂറുമേനിയായിട്ട് വിളയുവാൻ കാരണമായി തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രശ്നങ്ങളുടെ നടുവിൽ, അസാധ്യങ്ങളുടെ നടുവിൽ ദൈവത്തിൻ്റെ വാക്ക് കേട്ടിട്ട് അതനുസരിക്കുവാൻ ഇടയായിത്തീർന്നതാണ് ഇസ്ഹാക്ക് നൂറുമേനി വിളയുവാൻ കാരണമായിത്തീർന്നത്. എനിക്കും നിങ്ങൾക്കും അത് പറയുവാൻ സാധിക്കും. പക്ഷെങ്കിൽ അസാധ്യമായിരിക്കുന്ന കാര്യങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ വചനം അനുസരിപ്പാൻ ഞാൻ നിങ്ങൾ ഒരുക്കപ്പെടുന്നുവെങ്കിൽ ഈ അനുഗ്രഹം എനിക്ക് നിങ്ങൾക്ക് പ്രാപിക്കുവാൻ സാധിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, അബ്രഹാമിനോട് ദൈവം കൽപ്പിച്ചു, ഞാൻ നിനക്ക് ഈ സ്ഥലം തരും. അതുകൊണ്ടല്ല ഇന്ന് ഇസ്ഹാക്ക് മുറുകെ പിടിച്ചിരിക്കുന്നത്. ഇസ്ഹാക്കിന് ഒന്ന് പറയുവാൻ സാധിക്കും, എൻ്റെ അപ്പനോട് സംസാരിച്ച ദൈവം ആരോട് സംസാരിച്ചു? എന്നോട് സംസാരിച്ചു. ഇസ്ഹാക്കിന് പറയുവാൻ സാധിക്കും, എൻ്റെ അപ്പനോട് സംസാരിച്ച ദൈവം, അപ്പന് കൊടുത്ത വാഗ്ദത്തം അത് എനിക്ക് ഏറ്റെടുക്കുവാൻ സാധിക്കുമെങ്കിലും അപ്പനോട് പറഞ്ഞത്, അപ്പൻ പറഞ്ഞത് കേട്ടുകൊണ്ടല്ല ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പനോട് പറഞ്ഞ ദൈവം എന്നോടും പറയുവാനിടയായിട്ട് ശ്രദ്ധിക്കണേ. ഇവിടെയാണ് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കണം, ഇത് അവർ 3 പേരും കൂട്ടവകാശികളായിരുന്നു, മറ്റാരെയും അതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഈ 3 പേർക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രത്യേകത? 3-ാമത്തെ വ്യക്തിയിലേക്ക് കടന്നു വരട്ടെ. ഉൽപ്പത്തി 28-ാം അധ്യായം 13-ാമത്തെ വാക്യം. നിങ്ങൾ ശ്രദ്ധിക്ക്, യാക്കോബിനോട് ദൈവം കൽപ്പിക്കുന്ന ഒരു ഭാഗമായത്. ബഥേൽ, അവിടെ വെച്ച് ദൈവം യാക്കോബിനോട് ഇടപെടുവാൻ തുടങ്ങി. യാക്കോബിനോട് ദൈവം ഇപ്രകാരം പറഞ്ഞു, യാക്കോബേ, ഈ സ്ഥലം നിന്റെ അപ്പന്മാരോട് ഞാൻ വാഗ്ദത്തം ചെയ്തതാണോ, അതെന്ത് ചെയ്യും? നിനക്ക് തരും. ഞാൻ ഈ പറഞ്ഞ വേർഡ് നിങ്ങൾ മനസ്സിലായോ? അബ്രഹാമിൻ്റെ വാഗ്ദത്തം ക്രിസ്തുവേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെയെന്ന് 100 വട്ടം പറഞ്ഞതുകൊണ്ട് ദൈവത്തിന് അനുഗ്രഹം പ്രാപിക്കത്തില്ല. You have to receive it from the Lord itself. ദൈവത്തിൻ്റെ പക്കൽ നിന്ന് ഒരു വേർഡ് ഞാൻ പ്രാപിക്കേണ്ടത് ആവശ്യമാണ്. എനിക്ക് സൗഖ്യം എൻ്റെ ജീവിതത്തിൽ അവകാശമായി തരണമെങ്കിൽ 1000 വട്ടം ഞാൻ സൗഖ്യമെന്ന് പറയുന്നതുകൊണ്ട് സൗഖ്യമാകത്തില്ല. പിന്നെയോ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവ എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം ഞാൻ മനസ്സിലാക്കി, അത് എൻ്റെ ഉള്ളിൽ അത് ഫെയ്ത്തായിട്ട് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ ദൈവം എന്നോട് സംസാരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഈ വാക്ക് ദൈവം എല്ലാവരോടും ഓഡിബിളായിട്ട് സംസാരിക്കുമെന്നല്ല. ഞാൻ പറഞ്ഞു വന്നത്, ഒരു പക്ഷെങ്കിൽ എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ മുൻപിൽ ഞാൻ ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ വചനമായിട്ട് ഞാൻ സമയം ചെലവഴിക്കുമ്പോൾ ചില സന്ദർഭത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ പ്രേരണ തരുന്ന, എന്നെ ഉള്ളിൽ പ്രേരിപ്പിക്കുന്നതായിരിക്കുന്ന ചില വചനമുണ്ട്. ആ വചനം പ്രേരിപ്പിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ എന്നോടുള്ള അരുളപ്പാടാണത്. ദൈവത്തിന് എന്നോടുള്ള അരുളപ്പാടാകുന്നുവെങ്കിൽ ആ അരുളപ്പാട് എൻ്റെ ഉള്ളിൽ അത് വിശ്വാസമായി പരിണമിക്കേണ്ടത് ആവശ്യമാണ്. വല്ലോൻ്റെയും അരുളപ്പാട് കേട്ടിട്ട് അത് പിടിച്ചുകൊണ്ട് നടക്കുവാൻ നമുക്കിടയാകരുത്. യു മസ്റ്റ് ഹാവ് യുവർ ഓൺ റിലേഷൻഷിപ്പ് വിത്ത് ഗാഡ്. ദൈവത്തോടുള്ള വ്യക്തിപരമായിരിക്കുന്ന ബന്ധം, ദൈവവുമായിട്ട് എനിക്കുള്ള സംസാരം എൻ്റെ ജീവിതത്തിൽ അതില്ല എങ്കിൽ എനിക്കതുകൊണ്ട് യാതൊരു ഗുണം ഉണ്ടാകത്തില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ 3 പേരും വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാണ്. എങ്ങനെയാ കൂട്ടവകാശിയായത്? വല്യപ്പനോട് സംസാരിച്ച അതേ ദൈവം ആരോട് സംസാരിച്ചു? മകനോട് സംസാരിച്ചു. മകനോട് സംസാരിച്ച അതേ ദൈവം ആരോട് സംസാരിച്ചു? കൊച്ചുമകനോട് സംസാരിച്ചു. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് നീ എലിജിബിൾ ആകുന്നു എങ്കിൽ ഇസ്ഹാക്കേ നിന്നോട് ദൈവം സംസാരിക്കും. മനസ്സിലായില്ല ഞാൻ പറഞ്ഞു വന്നത്. അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിന് നീ എലിജിബിൾ ആകുന്നുവെങ്കിൽ ഇസ്ഹാക്കേ നിന്നോട് ദൈവം സംസാരിക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത്.
ദൈവത്തിൻ്റെ സ്വരം ഞാൻ കേൾക്കണം, ദൈവത്തിൻ്റെ സ്വരം ഞാൻ മനസ്സിലാക്കണം. ഈ ഒരു സ്വരം കേട്ടാൽ എനിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും, ഞാനിന്ന് നിൽക്കുന്നത് ദൈവം എന്നോട് അരുളി ചെയ്തിട്ടാണ്. ആ ഒരു വേർഡ് വരുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളെ കാണുവാൻ സാധിക്കും. അത് സാധാരണപ്പെട്ട ഒന്നായിട്ടല്ല, പിന്നെയോ ഏത് പ്രതികൂലങ്ങളുടെ നടുവിലും അതായിരിക്കും നമ്മുടെ ഉറപ്പ്. ദൈവത്തിൻ്റെ വാക്ക് എനിക്ക് ലഭിച്ചില്ല എങ്കിൽ അവിടെയാണോ എൻ്റെ ബുദ്ധിമുട്ട് തുടങ്ങുന്നത്? അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം ഇസ്ഹാക്ക് നേരിട്ട് ദൈവത്തിൽ നിന്ന് പ്രാപിച്ചതുകൊണ്ട് ഇസ്ഹാക്കിന് പറയുവാൻ സാധിക്കും, ദൈവം എന്നോട് അരുളി ചെയ്തു. യാക്കോബിന് അതേ കാര്യം പറയുവാൻ ഇടയായിത്തീർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം നിങ്ങൾ മനസ്സിലായോ? ഇവർ വാഗ്ദത്തത്തിന് കൂട്ടവകാശികളാകുവാനുള്ള കാരണം, ഇവർക്ക് വാഗ്ദത്തം ചെയ്തത് ഒരാളോട് മാത്രമായിരുന്നില്ല, 3 പേരോടും സ്വർഗ്ഗത്തിലെ ദൈവം അരുളി ചെയ്തു. ഞാൻ പറഞ്ഞ ഈ വേർഡ് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവം നമ്മോട് സംസാരിക്കുമെങ്കിൽ, അബ്രഹാമിനോട് സംസാരിക്കുമെങ്കിൽ, ഇസ്ഹാക്കേ നീ ആ വാഗ്ദത്തത്തിന് കൂട്ടവകാശിയാകുന്നുവെങ്കിൽ, അതേ കാര്യം ദൈവം നിന്നോട് സംസാരിക്കും. അതേ കാര്യം ദൈവം നിന്നോട് സംസാരിക്കും. എന്നെ ദൈവസ്ഥനിലേക്ക് നടത്തിയ ദൈവദാസൻ്റെ ദൈവിക ദർശനമാണ് യോഹന്നാൻ 8:31-32. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ദൈവമേ, ഈ ദുബായിൽ മലയാളി കൂട്ടായ്മ ഇല്ലായിട്ടാണോ എന്നെ ഇങ്ങനൊരു കൂട്ടത്തിലേക്ക് വിട്ടത്? എന്നാൽ നാളുകളായിട്ട് ഞാൻ ആദ്യ സമയം എനിക്കൊന്നും അറിയത്തില്ല, നാളുകളായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, കുഞ്ഞേ, ഞാൻ നിന്നെ വിളിച്ചിരിക്കുന്നതും നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നതും ഇതേ പർപ്പസിന് വേണ്ടിയാണ്. ഞാൻ അന്ന് മനസ്സിലാക്കി. ഇന്ന് ഞാൻ പറയും, അന്ന് ആംബ്രോസ്ബറിന് കൊടുത്ത വിഷൻ ആയതുകൊണ്ടല്ല ഞാൻ ഇന്ന് ഏറ്റെടുത്തതെന്ന്. ഇന്ന് എനിക്ക് പറയാം, അന്ന് ആംബ്രോസ്ബറിന് കൊടുത്തു, അതേ ദൈവം എനിക്ക് തന്നു. ഇന്ന് ഞാൻ ആക്ട് ചെയ്യുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കിട്ടിയതുകൊണ്ടല്ല, എന്നോട് ദൈവം ഇടപെട്ടതുകൊണ്ട്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായോ? ദൈവം എപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. ദൈവം, ഐ എം വെരി സോറി, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ദൈവം ഒരു കൂട്ടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ദർ ഇസ് എ പർപ്പസ്. ആ മീറ്റിങ്ങിന് ഒരു പർപ്പസ് ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അത് തന്നെയായിരിക്കും നിങ്ങളെക്കുറിച്ചും ദൈവത്തിൻ്റെ പർപ്പസ്. പക്ഷെ ഒരു കാര്യം ചെയ്യണം, കുത്തിയിരുന്ന ജെക്സ് പാസ്റ്റർക്ക് ദൈവം വെളിപ്പാട് കൊടുത്തത് പറഞ്ഞുകൊണ്ട് നടക്കാനല്ല, കുത്തിയിരുന്ന് ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം. ഞാൻ പറയുന്ന വേർഡ് മനസ്സിലായോ? വേദപുസ്തകം ഒത്തിരി തെളിവ് തരുവാൻ സാധിക്കും. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. എന്ത് സംഭവിച്ചു? വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തു. അബ്രഹാം എന്താ കൂടാരങ്ങൾ പാർക്കാൻ? നിങ്ങൾ മനസ്സിലാക്കണം. ഇവിടെ അബ്രഹാമിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ വാഗ്ദത്ത ദേശത്ത് അബ്രഹാം നിൽക്കുന്നുവെങ്കിലും വാഗ്ദത്തം അബ്രഹാം ഏറ്റെടുക്കുന്നില്ല. നോർമലി നിങ്ങൾ മനസ്സിലാക്കണം, വാഗ്ദത്തം നമുക്ക് ലഭിച്ച വാഗ്ദത്ത നാട്ടിലാണ് ചെന്ന് നിൽക്കുന്നത് എങ്കിൽ, ഈ വാഗ്ദത്ത നാട്ടിൽ നിൽക്കുമ്പോൾ തന്നെ മുൻപോട്ട് പോയില്ല എങ്കിൽ കുടുംബത്തിൽ വലിയ പ്രശ്നമാകും. അച്ചായനെ അന്ന് വിളിച്ചുകൊണ്ട് വന്നത് ദൈവം ഇത് അവകാശമായി തരുവാനാ. എന്താ അച്ചായ മുമ്പോട്ട് പോകാത്തത്? മനസ്സിലായോ? പലപ്പോഴും പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ഈ ദൈവം കൊടുത്ത വാഗ്ദത്തം നിറവേറ്റുവാൻ തക്കവണ്ണം തനിക്ക് വേണമായിരുന്നെങ്കിൽ ഒരു യുദ്ധം ഡിക്ലെയർ ചെയ്യാൻ. അബ്രഹാമിനോടുകൂടെ ആളുകളുണ്ട്. അബ്രഹാമിനെ മറ്റുള്ളവരെ ഭയക്കുന്നുണ്ട്. ഒരു പേടി സ്വപ്നമാണ് അബ്രഹാം ജാതികളുടെ മുൻപിൽ. ഇപ്രകാരം പേടി സ്വപ്നമായിരുന്ന അബ്രഹാമിന് വളരെ ഈസി ആയിട്ട് ആ ദേശം കൈവശമാക്കാമായിരുന്നു. അതുകൊണ്ട് തെറ്റൊന്നുമില്ല. കാരണം ദൈവം ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? വാഗ്ദത്തം ചെയ്തു. പക്ഷേ ദൈവം എന്ത് ചെയ്തു? ഇത് അബ്രഹാം ചെയ്യാഞ്ഞത് അബ്രഹാമിൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണോ? ഒന്ന് വായിച്ചിട്ട് അപ്പോസ്തലപ്രവൃത്തി 27 ആക്ട്സ് ചാപ്റ്റർ 7 വേഴ്സ് നമ്പർ 5. അബ്രഹാമിനെ കുറിച്ച് സ്തെഫനോസ് പറയുന്ന ഒരു ഭാഗമാണിത്. അവനെ ദേശത്തിൽ കൊണ്ടുവന്ന് പാർപ്പിച്ചു. ശ്രദ്ധിക്കുക വേർഡ്. സ്വർഗത്തിലെ ദൈവം അബ്രഹാമിന് ഒരു കാലടി സ്ഥലം പോലും അവകാശം കൊടുത്തില്ല. അബ്രഹാം ചെയ്ത മിസ്റ്റേക്ക് ആയിരുന്നില്ല. ദേശം പൊസസ് ചെയ്യാൻ ഒരു തെറ്റായിരുന്നില്ല. സ്വർഗത്തിലെ ദൈവത്തിന് മുൻപാകെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അബ്രഹാം അല്ല ഇത് അവകാശമാക്കേണ്ടത്. എന്താ വാഗ്ദത്തം? വായിച്ചിട്ട് ഉൽപ്പത്തി പുസ്തകം 15 അതിലെ 18, 19, 20, 21 വാക്യം. നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കും. അബ്രഹാമിനെ ദൈവം വിളിച്ചപ്പോൾ പറഞ്ഞു,
ഞാൻ നിന്നെ കാണിപ്പാനിക്ക് ദേശത്തേക്ക് പോകാം, നിനക്കും നിൻ്റെ ശേഷം നിൻ്റെ സന്തതിക്കും ഞാൻ ഇത് ശാശ്വതാവകാശമായി തരും. ഇതെല്ലാം പറഞ്ഞ് വിളിച്ചുകൊണ്ട് വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവം ഓൾറെഡി അബ്രഹാമായിട്ട് ഒരു കവനന്റ്, ഒരു ഉടമ്പടി ഇവിടെ ചെയ്യുക. ആ ഉടമ്പടി ചെയ്തപ്പോൾ ദൈവം കൽപ്പിച്ചൊരു കാര്യമുണ്ട്, ഞാൻ നിനക്കല്ല ഈ സ്ഥലം തരാൻ പോകുന്നത്, പിന്നെ ആർക്കാ? നിൻ്റെ സന്തതിക്ക്. അപ്പോൾ ഓൾറെഡി സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൽപ്പന, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട് അബ്രഹാമിനറിയാം. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് കാത്തിരിപ്പാണ്. അബ്രഹാമിൻ്റെ വിശ്വാസം അബ്രഹാമിനെ കാത്തിരിപ്പിലേക്ക് നടത്തി. അതാണ് എൻ്റെ പ്രധാനപ്പെട്ട വിഷയം. ഇവിടെ നമ്മൾ കാണുന്നത് അബ്രഹാമിന് ആ സമയത്ത് അവകാശമാക്കും എന്നല്ല ദൈവം കൽപ്പിച്ചത്. ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ആ സ്ഥലത്തിലേക്ക് കൊണ്ടുവരും, നീ ആ സ്ഥലത്തിലായിരിക്കും, ഞാൻ നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം ശാശ്വതാവകാശമായി തരും. അത് എന്ന് കൊടുക്കുമെന്നല്ല ദൈവം പറഞ്ഞത്. പക്ഷേ ഈ ദേശം ഞാൻ കൊടുക്കുമ്പോൾ നീ ഇത് ശാശ്വതമായി അവകാശമാക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് നിനക്കും നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം ഞാൻ ശാശ്വതമായി കൊടുക്കും. നിങ്ങൾക്കറിയാം, ആ കർത്താവായ യേശു പിതാവാം ദൈവം ഇസ്രായേൽ മക്കൾക്ക് അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം അക്ഷരികമായിട്ട് നിറവേറ്റപ്പെടുന്ന ഒരു സമയമാണ് 1000 ആണ്ട് വാഴ്ച എന്ന് പറയുന്നത്. 1000 ആണ്ട് വാഴ്ച എക്സാക്ട്ലി ഈ കംപ്ലീറ്റ് സ്ഥലങ്ങൾ ഇസ്രായേൽ മക്കൾ അവകാശമാക്കുന്നത്. ഇന്നുവരെ ഇസ്രായേൽ മക്കൾ അത് പൂർണ്ണമായി അവകാശമാക്കിയില്ല. ഭാഗികമായിട്ട് അവർ അവകാശമാക്കിയിട്ടുണ്ട്. ഇതുവരെ പൂർണ്ണമായി അവകാശമാക്കാഞ്ഞത് ദൈവത്തിൻ്റെ കുറ്റം കൊണ്ടല്ല, ഇസ്രായേൽ മക്കളുടെ കുറവ് കൊണ്ടാണ്. ഞാൻ വരുന്നുണ്ട് ആ ഭാഗത്തിലേക്ക്. ഇസ്രായേൽ മക്കൾ കുറ്റക്കാരായതുകൊണ്ട് ഇവർക്ക് അവകാശം പ്രാപിക്കുവാൻ സാധ്യമായില്ല. എന്നാൽ ദൈവം കൽപ്പിച്ചതുപോലെ അക്ഷരികമായിട്ട് അതിൻ്റെ നിറവേറ്റപ്പെടൽ നടക്കുന്ന സമയം എന്ന് പറയുന്നത് 1000 ആണ്ട് വാഴ്ചയിലാണ് നടക്കുവാനിടയായിത്തീരുന്നത്. ഞാൻ മുൻപോട്ട് കടന്നു പോകട്ടെ. ഇവിടെ എന്ത് സംഭവിച്ചു? അബ്രഹാം എന്നോട് ദൈവം അരുളി ചെയ്തു, ഞാൻ നിൻ്റെ സന്തതിക്ക് ഈ ദേശം അവകാശമായി തരും. അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം, അബ്രഹാം ഒരു വാളുകൊണ്ടോ കുന്തം കൊണ്ടോ വെട്ടാൻ പോകാഞ്ഞതിൻ്റെ കാരണം അബ്രഹാമിനറിയാം, ഈ ദേശം എനിക്കല്ല, പിന്നെയോ എൻ്റെ സന്തതിക്ക്. അതിൻ്റെ അർത്ഥമുണ്ടോ പുള്ളി ഒരു വീട് പണിയുന്നതിൽ തെറ്റുണ്ടോ എന്ന്? അതിനു മുൻപായിട്ട് ഞാൻ പോകട്ടെ. അപ്പോൾ ഈ സന്തതിക്ക് കൊടുക്കുമെന്നോ ദൈവം കൽപ്പിച്ചുവെങ്കിൽ, ഈ സന്തതിയാണോ ഇവിടെ അവകാശമാക്കുന്ന ദൈവം അബ്രഹാം മനസ്സിലാക്കിയെങ്കിൽ, ഈ മനസ്സിലാക്കിയതാണ് അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് പൊസസ് ചെയ്യുവാൻ പോകാതിരുന്നതിന് കാരണമായി തീർന്നത്. എന്നാൽ മറിച്ച് ഒരു വ്യക്തിയെ കൂടെ ഞാൻ നിങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരട്ടെ. എന്ന് വായിച്ചിട്ട് വായുടെ പുസ്തകം. ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്, ദൈവം വാഗ്ദത്ത ദേശത്ത് യോശുവയെ കൊണ്ടുവന്നു. വിഷയം അതേ വിഷയമാണ്. വാഗ്ദത്ത ദേശത്ത് യോശുവയെ ഇസ്രായേൽ മക്കളെ കൂടെ കൊണ്ടുവന്നിട്ട് ദേശം മുഴുവൻ അവർ കൈവശമാക്കാതിരുന്നപ്പോൾ ദൈവം യോശുവയുടെ അങ്ങോട്ടെന്ന് പറയുക, കുഞ്ഞേ, ഇനിയും വളരെ ദേശം കൈവശമാക്കാനുണ്ട്, അതും തെറ്റ്. ദൈവം, ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ 2 ഭാഗങ്ങളും ശ്രദ്ധിച്ച് നിങ്ങളായിരിക്കണം. ഞാൻ പറഞ്ഞ ദൈവം ഓൾറെഡി എന്നോട് വാഗ്ദത്തം ചെയ്തത്, ഞാനത് പ്രാപിക്കാതെ കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റ്. ദൈവം എന്നോട് വാഗ്ദത്തം ചെയ്തത് ഞാനത് പ്രാപിച്ചെടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഞാനത് അനുഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്നാൽ അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത് അബ്രഹാമിൻ്റെ കാലത്ത് അത് അവകാശമാക്കുമെന്നല്ല, അബ്രഹാമിൻ്റെ സന്തതിയുടെ കാലത്ത് അവകാശമാക്കുമെന്നായിരുന്നത് കൊണ്ടാണ് അബ്രഹാം കാത്തിരിക്കുവാനിടയായിട്ട്. ശ്രദ്ധിക്കുന്നു നിങ്ങൾ ഈ പറഞ്ഞ വേർഡ്? അതുകൊണ്ടാണ് അബ്രഹാം കാത്തിരിക്കുവാനിടയായിത്തീർന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു പക്ഷെങ്കിൽ അബ്രഹാമിന് വേണമെങ്കിൽ എടുത്തു ചാടാമായിരുന്നു. നമുക്കൊരു ശൗലിനെ കാണുവാൻ സാധിക്കും. ശൗല് രാജാവായ സമയത്ത് ദൈവത്തിൻ്റെ ദാസനായിരിക്കുന്ന ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നീ അമാലേക്കരെ പൂർണ്ണമായി നീ നശിപ്പിക്കണം. എന്നിട്ട് ശമൂവേൽ പ്രവാചകൻ പറഞ്ഞു, ഞാൻ വരുന്നത് വരെ നീ അവിടെ വെയിറ്റ് ചെയ്യണം. നിങ്ങൾക്കറിയാം, ഈ ശമൂവേൽ പ്രവാചകൻ വരുന്ന സമയം വരെ കാത്തിരിക്കുവാൻ സാധിക്കാതെ പ്രവാചകന്മാർ, പുരോഹിതന്മാർ ചെയ്യേണ്ട ജോലി ശൗലങ്ങ് ചെയ്തു. ദൈവം പറഞ്ഞു, കുഞ്ഞേ, നീ ഇത് ചെയ്തത് ഭോഷത്വമാണ്, അതുകൊണ്ട് നിന്നെ രാജസ്ഥാനത്ത് തള്ളി. ഒരല്പം കഴിയുമ്പോൾ ദാവീദിന്റെ കാലത്ത് തുടരെയായിട്ട് 3 വർഷം ക്ഷാമമുണ്ടായി.
ഈ ക്ഷാമമുണ്ടാകാനുള്ള കാരണം ഗിബിയോന്യരെ ശൗല് ദൈവത്തിന് വേണ്ടിയുള്ള എരിവിൽ നിന്നുകൊണ്ട് കൊന്നു. ഗിബിയോന്യരെന്ന് പറയുന്നത് ഇസ്രായേൽ മക്കൾ യോശുവ മുഖാന്തരമായിട്ട് വാഗ്ദത്ത നാട്ടിൽ വന്നപ്പോൾ ഗിബിയോന്യർ യോശുവുമായിട്ടൊരു ഉടമ്പടി ചെയ്തു. ആ ഉടമ്പടി ഇപ്പോൾ ഇവർ പഴയ അപ്പങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ദൂരദേശത്ത് വന്നു വരാമെന്ന് പറഞ്ഞ് ഒരു ഉടമ്പടി ചെയ്തുകൊണ്ട് യോശുവ ഇവരോടൊരു ഉടമ്പടി ചെയ്ത് ഇപ്രകാരമാണോ, ഞങ്ങൾ നിങ്ങളെ നശിപ്പിക്കത്തില്ല, എന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് ദാസന്മാരായിരിക്കും. ഈ ശൗൽ രാജാവിൻ്റെ ജീവിതത്തിൽ ഈ ഉടമ്പടി കിടക്കെ തന്നെ ഈ ഗിബിയോന്യരെ അങ്ങ് പരിപൂർണമായി കൊന്നു. എന്തിനാ കൊന്നെന്നറിയാം? ദൈവത്തോടുള്ള എരിവ്. ചിലർക്ക് എരിവ് കൂടിയാലുള്ള പ്രശ്നം ഇതൊക്കെയാണ്. എരിവ് കൂടിയാൽ ചെയ്യേണ്ടാത്തത് മുഴുവൻ ചെയ്യും. അത് ഒരു വലിയ തെറ്റാണ്. എരിവ് നല്ലതാണ്, പക്ഷേ ആ എരിവ് പരിജ്ഞാനപ്രകാരം വേണം ചെലവഴിക്കുവാൻ. പരിജ്ഞാനമില്ലാത്ത എരിവാണെങ്കിൽ നഷ്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കൽ കാത്തിരിക്കുവാൻ സാധിക്കാതിരുന്നവൻ ഈ അമാലേക്കരെ കൊല്ലുവാൻ തക്കവണ്ണം ദൈവം കൽപ്പിച്ചയച്ചിട്ട് അമാലേക്കരെ ശേഷിപ്പിക്കുവാൻ ഇടയായിത്തീർന്നവനാണ് ഈ ഗിബിയോന്യരെ നശിപ്പിച്ചത്. എനിക്കതാ വളരെ രസകരമായിട്ട് തോന്നിയത്. ഈ പുള്ളിക്ക് ശത്രുക്കളോടുള്ള എരിവായിരുന്നുവെങ്കിൽ എങ്ങനെയാണ് പുള്ളി പ്രവർത്തിക്കേണ്ടത്? അമാലേക്കരെ പൂർണ്ണമായി നശിപ്പിക്കണം, ഗിബിയോന്യരെ നശിപ്പിക്കണം. പക്ഷേ ഇവിടെ ചെയ്തത് അതല്ല. അമാലേക്കരെ കൊച്ചെണ്ണത്തെ രക്ഷിപ്പിച്ചിട്ട് ഗിബിയോന്യരെ പൂർണ്ണമായിട്ട് കൊന്നു. എന്താ കാരണമെന്ന്? എരിവെന്ന് പറയുന്നത് താൽക്കാലികമായിരിക്കുന്ന ലാഭം കണ്ടുകൊണ്ട്, താൽക്കാലികമായിരിക്കുന്ന ഇഷ്ടത്തിന് വേണ്ടി ഒരു എരിവ് കാണിക്കുന്നതാണ് ഇവിടുത്തെ അനുഭവം. ശ്രദ്ധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ശൗലിന്റെ ജീവിതത്തിൽ അതാണ് വീഴ്ച വന്നു പോയത്. അവൻ്റെ വ്യക്തിപരമായിരിക്കുന്ന ഒരു ലാഭത്തിന് വേണ്ടി അവൻ ചിലത് പ്രവർത്തിക്കുന്നു, എന്നാൽ മറ്റൊന്ന് വേറൊന്ന് പ്രവർത്തിക്കുന്നു. ശ്രദ്ധിക്കണേ ദൈവത്തിൻ്റെ മക്കൾ, നമുക്ക് ഉണ്ടാകേണ്ട എരിവ്. എന്നാൽ ഇവിടെ എന്ത് സംഭവിച്ചു? ഇവിടെ ഈ അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വേണമായിരുന്നെങ്കിൽ എടുത്തു ചാടി ഈ ദേശം കൈവശമാക്കാമായിരുന്നു. അബ്രഹാം കൈവശമാക്കാഞ്ഞതിന് കാരണമുണ്ട്. അബ്രഹാമിന് അറിയാം, ഈ ദേശം എൻ്റെ സന്തതിക്കാണോ ദൈവം അവകാശം കൊടുക്കുന്നത്. അതുകൊണ്ട് അതുവരെ ഞാൻ കാത്തിരിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ശ്രദ്ധിക്കണം നിങ്ങളെ വേർഡ്. ആ വാഗ്ദത്തത്തിൻ്റെ ഫുൾഫിൽമെൻറ്റ് എവിടെയാണ് നിറവേറ്റപ്പെടുവാൻ പോകുന്നത്, അതുവരെ ഞാൻ കാത്തിരിക്കേണ്ടത് ആവശ്യമാണ്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ അത് സാധിച്ചു. അതുകൊണ്ടാണ് ഞാൻ അപ്പോസ്തലപ്രവൃത്തി 7-ാം അധ്യായം വായിപ്പിച്ചത്. ദൈവം എന്ത് കൊടുത്തില്ല? ഒരു കാലടി പോലും സ്ഥലം കൊടുത്തില്ല. അബ്രഹാം തെറ്റ് ചെയ്തതല്ല, അബ്രഹാം ദൈവത്തിൻ്റെ ഹിതം മനസ്സിലാക്കി നിന്നതാണ് അതിന് കാരണം. അബ്രഹാമിന് സ്ഥലം മേടിക്കുവാൻ പൈസ ഇല്ലാഞ്ഞിട്ടല്ല, അബ്രഹാമിന് വസ്തുവക ധാരാളമായിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്ന അബ്രഹാം ബഹുസമ്പന്നനായിരുന്നു. ഈ സമ്പത്തുകളൊക്കെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അബ്രഹാം ആഗ്രഹിച്ചത് ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ സമയത്ത് നിറവേറ്റപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചു. ശ്രദ്ധിക്കണം, ദൈവത്തിൻ്റെ മക്കളുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന ചില വാഗ്ദത്തമുണ്ട്. അത് നാളെ ഫുൾഫിൽ ആകുന്നതല്ല. എടുത്ത് ചാടി എന്തെങ്കിലും കാട്ടിക്കൂട്ടി പ്രവർത്തിക്കുവാനായിട്ട് ഒരുങ്ങരുത്. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിക്കപ്പെടുന്നതാണോ നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹം. ശ്രദ്ധിക്കുക ഈ വേർഡ്, ശ്രദ്ധിക്കുക ഈ വേർഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം എൻ്റെ സമയത്ത് നിവർത്തിക്കപ്പെടുക എന്നുള്ളതല്ല. ദൈവത്തിൻ്റെ വാഗ്ദത്തം ദൈവത്തിൻ്റെ സമയത്ത് നിവർത്തിക്കപ്പെടുക എന്നുള്ളതാണ് ദൈവം എന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷെങ്കിൽ എനിക്ക് പോയി ഒരു ഓർഡിനേഷൻ കിട്ടുക, എനിക്ക് പോയി ഒരു ഓർഡിനേഷൻ എടുക്കുവാൻ സാധിക്കും. പക്ഷെ അത് ദൈവത്തിൻ്റെ സമയത്താകണമെന്നില്ല. ദൈവത്തിൻ്റെ സമയത്തല്ല എങ്കിൽ ഞാൻ കാത്തിരിക്കുവാനായിട്ട് കാത്തിരിക്കുവാനായിട്ട് ഉണ്ടെങ്കിൽ എടുത്തു ചാടി ചിലത് ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ഭവിഷ്യത്ത് നാളെ നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വരും. എല്ലാത്തിനും ഒരു മെത്തേഡുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞ വേർഡ്. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തു, പക്ഷേ ക്ഷമയോടെ അബ്രഹാം കാത്തിരിക്കേണ്ടതായിരുന്നു. അതിനുള്ള കഴിവ് അബ്രഹാമിനുണ്ടായിരുന്നു. എന്നാൽ തൻ്റെ കഴിവൊന്നും ഉപയോഗിക്കാതെ ദൈവത്തിൻ്റെ വാഗ്ദത്തത്തിൻ്റെ സമയത്തിന് വേണ്ടി അബ്രഹാം കാത്തിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് അബ്രഹാമിൻ്റെ പ്രത്യേകത. അതാണ് ഇവിടെ പേഷ്യൻസ് ആയിട്ട് നമ്മൾ കാണുന്നത്. അതാണ് എന്താ അബ്രഹാമിനെ നടത്തിയത്. അബ്രഹാമിന് ഒരു കാര്യം പറയുവാൻ സാധിക്കും, എന്നെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്നവൻ,
വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഞാൻ നിന്റെ സന്തതിക്ക് ഈ ദേശം അവകാശമായി കൊടുക്കും. ഞാൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും എൻ്റെ സന്തതി ഈ ദേശം അവകാശമാക്കും. അത് ആ വിശ്വാസം ഉണ്ടായിരുന്നത് കൊണ്ട് എന്ത് ചെയ്യുവാൻ ഇടയായിത്തീർന്നു? ഒരു കാത്തിരിപ്പിന് തനിക്ക് ഇടയായി. ഒന്ന് കാത്തിരിക്കുവാൻ, ഒന്ന് പേഷ്യൻ്റായിട്ട് ഒരു ക്ഷമയോടുകൂടെ കാത്തിരിക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, അബ്രഹാം എന്ത് ചെയ്തു? അവിടെ താഴെ വായിക്കുന്നത്, അവൻ കൂടാരങ്ങൾ പാർത്തു എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കുന്ന ഒരു പാർപ്പിടം എന്നുള്ളത് കൺസെപ്റ്റ് വിട്ടു. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വ്യക്തി ഇപ്രകാരം കൂടാരങ്ങൾ പാർത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യാക്കോബ് യേശാവിനോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം. യാക്കോബ് പറഞ്ഞ ഇപ്രകാരമാണ്, യജമാനൻ മുമ്പോട്ട് കടന്നു പോകും, എൻ്റെ കൂട്ടത്തിൽ തള്ളയാടുണ്ട്, കുഞ്ഞാടുകളുണ്ട്, ഇതിനെ വളരെ പെട്ടെന്ന് ഓടിച്ചു പോയാൽ അത് പറ്റെ ചത്തുപോകുവാനിടയായിത്തീരും. നിങ്ങൾ മനസ്സിലാക്കണം, കൂടാരങ്ങൾ പാർത്ത് മാറി മാറി താമസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം ഇവരെപ്പോഴും ഒരു മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ. അതിൻ്റെ ബുദ്ധികൾ ഒത്തിരി ഉണ്ട്. നിങ്ങൾക്കറിയാം, ഇവിടുന്ന് ഒരു വീട് ഒരു 4-5 കൊല്ലം ഒരു വീട്ടിൽ താമസിച്ച് അടുത്ത പ്രാവശ്യം ഒന്നുകൂടെ വേറെ നല്ല വീട്ടിൽ പോയി താമസിക്കുന്നുവെങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ 1 മാസമോ 2 മാസമോ എടുക്കും ആ വീടൊന്ന് സെറ്റപ്പ് ചെയ്യുവാൻ. ചിലപ്പോൾ ചില കാർട്ടൂണൊക്കെ പൊളിക്കണമെങ്കിൽ 1 കൊല്ലത്തിൽ കൂടുതലെടുക്കും. എന്താ കാരണമെന്ന്? നമുക്ക് ഒരു സെറ്റപ്പിന് വേണ്ടി ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഈ സ്ഥാനത്താണ് അബ്രഹാം എന്ത് ചെയ്തത്? കൂടാരങ്ങൾ പാർക്കുവാനിടയായിത്തീർന്നത്. എന്തുകൊണ്ട് അബ്രഹാമേ നീ കൂടാരങ്ങൾ പാർത്തത്? അബ്രഹാമിന് ഒരു കാര്യം അറിയാം, എൻ്റെ വാസസ്ഥലമെന്ന് പറയുന്നത് ഇതല്ല. അബ്രഹാം എന്ത് കണ്ടു? അവിടെ പറയുന്നത്, താഴെ പറയുന്നത് 10ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്, വേഴ്സ് 10, ഹീബ്രൂസ് 11:10. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ചിന്തയിലേക്ക് ഞാൻ കടന്നു വരിക. അബ്രഹാം ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. ആ നഗരത്തിന് എന്ത് പ്രത്യേകതയുണ്ട്? അവിടെ പറയുന്നു, ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചത്. ദൈവമായിരുന്നു അവിടുത്തെ ആർക്കിടെക്ട്. ദൈവമാണ് അത് ശില്പിയായി പണിതത്. പിന്നെ 2 പറയുന്നു, അവൻ ദൈവമാണ് അത് ബിൽഡ് ചെയ്തത്. ഇതിനകത്തൊരു മനുഷ്യൻ്റെ കൈപ്പണിയില്ല, ഒരു മനുഷ്യൻ്റെ പ്രവർത്തനമില്ല. ഈ നഗരത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുവാൻ പോകുന്നില്ല. ഇതാണ് ന്യൂ ജെറുസലേം എന്ന് പറയുന്നത്. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് നമ്മൾ വെള്ളിയാഴ്ച മീറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിച്ച വേർഡ് ഇതാണ്. അപ്പോൾ പുതിയ ജെറുസലേം എന്നുള്ള വിശുദ്ധ നഗരം, അതാണ് അബ്രഹാം കാത്തിരുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു നഗരത്തിലേക്ക് അബ്രഹാമിനെ കൊണ്ടുവന്ന് ആ തരാമെന്ന് ദൈവം കൽപ്പിച്ചിട്ട് ആ നഗരത്തിൽ അബ്രഹാമിനെ താമസിപ്പിച്ചിട്ട് അബ്രഹാം അനുഗ്രഹങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്നപ്പോഴും അബ്രഹാമിൻ്റെ കണ്ണുകൾ നട്ടത് ഈ അനുഗ്രഹത്തിലല്ല, പകരം അതിനപ്പുറത്തുള്ളൊന്നില്ല. സാധാരണ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ദൈവം നമ്മളെ ഒരു അനുഗ്രഹം അനുഗ്രഹിച്ചാൽ, ദൈവം നമുക്കൊരു അനുഗ്രഹം തന്നാൽ പിന്നീട് അല്പസമയത്തിന് ശേഷം നമ്മൾ ദൈവത്തെ അങ്ങ് മറന്നു കളയും. ദൈവവുമായിട്ട് പിന്നീട് നമുക്ക് ബന്ധമുണ്ടാകത്തില്ല. നമ്മൾ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ കടന്നു പോകും. അബ്രഹാമിൽ കൂടെ ഞാൻ കണ്ട ഒരു വലിയ ക്വാളിറ്റി അതായിരുന്നു. ദൈവം എത്രമാത്രം സമൃദ്ധമായിട്ട് അബ്രഹാമിനെ അനുഗ്രഹിച്ചു, എത്രമാത്രം ദൈവത്തിന് അനുഗ്രഹം അബ്രഹാം പ്രാപിച്ചു. ഈ സമയത്തൊന്നും അബ്രഹാം കണ്ടത് തൻ്റെ ഭൗതികമായിരുന്ന അനുഗ്രഹമല്ല, പിന്നെയോ അതിനപ്പുറത്ത് സ്വർഗീയമായത്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ മക്കൾ മനസ്സിലാക്കണം, എനിക്കും നിങ്ങൾക്കും തരുന്ന ഒരു പ്രൊമോഷൻ ആയിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്ക് തരുന്ന ഒരു കുഞ്ഞുങ്ങളായിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്ക് തരുന്ന ഒരു ദാനമായിക്കൊള്ളട്ടെ, എനിക്കും നിങ്ങൾക്ക് തരുന്ന ഒരു അനുഗ്രഹമായിക്കൊള്ളട്ടെ, അനുഗ്രഹത്തിൻ്റെ കാരണമെന്ന് പറയുന്നത് ദൈവത്തെ മറന്നു ജീവിക്കുവാനല്ല. അനുഗ്രഹം അവിടെ കിടക്കുമ്പോൾ തന്നെ ഞാൻ കാണേണ്ടത് എൻ്റെ അനുഗ്രഹത്തിലല്ല, എൻ്റെ കണ്ണ് നടേണ്ടത്, എൻ്റെ കണ്ണ് നടന്നത് സ്വർഗത്തിലെ ദൈവത്തിലാണ്. ശ്രദ്ധിക്കുക വേർഡ്. ഇവിടെയാണ് പലപ്പോഴും മിസ്റ്റേക്കുകൾ മനുഷ്യരുടെ ജീവിതത്തിൽ വരുന്നത്. ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിലെ വലിയ പ്രശ്നം അതായിരുന്നു. പാലും തേനും ഒഴുകുന്ന സ്ഥലത്തിലേക്ക് ദൈവം അവരെ കൊണ്ടുപോയി. ആ സ്ഥലത്ത് അവർ ജീവിക്കുമ്പോൾ അവരുടെ സമൃദ്ധിയുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തെ അവർ മറന്നു ജീവിക്കുവാനായിട്ടിടയായിരുന്നു. പലപ്പോഴും നമ്മുടെ സമൃദ്ധിയുടെ നടുവിലാണ് ദൈവത്തെ മറക്കുവാൻ എളുപ്പമുള്ളത്.
കാരണം ദൈവത്തിൻ്റെ ആവശ്യമില്ല, ദൈവത്തിൻ്റെതായിരിക്കുന്ന ഒരു ആഗ്രഹം നമുക്ക് വരുന്നില്ല. കാരണം എല്ലാം വളരെ ഭംഗിയായിട്ട് ഉണ്ട്, കാണുവാൻ സാധിക്കും. എന്നാൽ ഒന്ന് മനസ്സിലാക്കിക്കോണം, പലപ്പോഴും ദൈവത്തെ കൊണ്ട് ആവശ്യമില്ലാതിരിക്കുന്ന സ്ഥാനത്ത് എന്ന് ഞാൻ നിങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെയാണ് ദൈവത്തെ കൊണ്ട് മാത്രമേ സാധ്യമാകത്തുള്ളൂ എന്ന് പഠിപ്പിക്കത്തക്കവണ്ണം ചില പാഠങ്ങൾ കൂടെ സ്വർഗ്ഗത്തിലെ ദൈവം നടത്തുന്നത്. നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ദൈവത്തെക്കാൾ ഉപരിയായി എന്തിനെ സ്നേഹിക്കുന്നുവെന്നോ ദൈവം കാണുന്നുവോ, നോർമൽ സിറ്റുവേഷനിൽ ദൈവം അതങ്ങ് ചോദിക്കും. അതാണ് അല്പകാലം കഴിയുമ്പോൾ നല്ല ജോലിയായിരുന്നു എല്ലാം പോയെന്ന് പറയുന്നത്. കാരണം എന്നാണെന്നറിയാമോ? അതിന് ജോലി കിട്ടുന്നതിന് മുമ്പ് പതിവായിട്ട് മീറ്റിങ്ങിന് വരുമായിരുന്നു. ജോലി കിട്ടിക്കഴിഞ്ഞ് മീറ്റിംഗ് വരാൻ ബുദ്ധിമുട്ടാണ്. പിന്നീട് എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ? ദൈവം കൊടുക്കുന്ന അനുഗ്രഹം, ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മൾ പ്രാപിച്ചിരിക്കെ, ദൈവത്തിൻ്റെ അനുഗ്രഹം ഞാൻ അനുഭവിച്ചിരിക്കെ, ദൈവത്തിൻ്റെ നന്മ എൻ്റെ നാവിലിരിക്കെ, ദൈവത്തെ മറന്ന് ജീവിക്കുന്ന ജീവിതം ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം പലപ്പോഴും ആ നന്മകളെ നമ്മളിൽ നിന്നെടുത്ത് മാറ്റുവാനിടയായി തരും. മാറ്റുവാനല്ല ഞാൻ പറഞ്ഞു വരുന്നത്. ശ്രദ്ധിക്കുക നിങ്ങൾ. എന്താ ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നത്? ദൈവം നമുക്ക് തരുന്ന അനുഗ്രഹം എന്നെയും നിങ്ങളെയും ദൈവത്തിൽ നിന്ന് അകറ്റുന്നതാകരുത്, എന്നെയും നിങ്ങളെ ദൈവത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതാകരുത്. എന്ത് സംഭവിച്ചുവെന്നറിയാമോ? ദൈവത്തിൻ്റെ തിരുവചനം പറയുന്നു, അബ്രഹാം കൂടാരങ്ങൾ പാർത്തു. എന്താ അബ്രഹാം കണ്ടത്? ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ച ഒരു നഗരം. അതായിരുന്നു അബ്രഹാമിൻ്റെ കൺസെപ്റ്റ്. അതിനുവേണ്ടി അബ്രഹാം ഓടിയത്. അപ്പോൾ ഇത്രമാത്രം അനുഗ്രഹങ്ങൾ അബ്രഹാമിൻ്റെ മുൻപിൽ കടന്നു വരുമ്പോഴും അബ്രഹാം കണ്ടത് ഈ അനുഗ്രഹമല്ല. നിങ്ങൾക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു വേർഡ് ഇവിടെ വളരെ ആപ്റ്റാണ്. എന്താ വേർഡ് പറഞ്ഞറിയാമോ? അവർ കടന്നുപോയി ശുശ്രൂഷയൊക്കെ ചെയ്ത് ഭൂതങ്ങളൊക്കെ കീഴടങ്ങുന്ന കാഴ്ച കണ്ട് ഓടി വന്നിട്ട് യേശുവിനോട് പറഞ്ഞു, ഗുരു, നിൻ്റെ നാമത്തിൽ ഭൂതങ്ങൾ കീഴടങ്ങുന്നു, ഞങ്ങളത് കാണുന്നു. കർത്താവായ യേശു എന്ത് പറഞ്ഞു? നിങ്ങൾ അതിലല്ല സന്തോഷിക്കേണ്ടത്, സ്വർഗ്ഗത്തിൽ നിങ്ങളുടെ പേരുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ തന്നെ. എന്താ കർത്താവ് എങ്ങോട്ട് മാറ്റിയെന്നറിയാമോ? നിൻ്റെ കണ്ണ് നിൻ്റെ ശുശ്രൂഷയുടെ വിജയമല്ല കാണേണ്ടത്, ദൈവത്തെയാണ് കാണേണ്ടത്. നിന്റെ വീണ്ടെടുപ്പിൻ്റെതായിരിക്കുന്ന, രക്ഷയുടേതായിരിക്കുന്ന വില, നിന്റെ രക്ഷിക്കപ്പെട്ടത് കൊണ്ട് നിനക്ക് ലഭിച്ചത്, ഈ ശുശ്രൂഷ എന്ന് പറയുന്നത് അത് സന്തോഷിക്കുവാൻ വകയുണ്ട്. പക്ഷെങ്കിൽ അതാകരുത് എൻ്റെ സന്തോഷം. അവിടെയാണ് നിഗളം കടന്നു വരുന്നത്, അവിടെയാണ് പ്രൈഡ്സ് ഉണ്ടാകുന്നത്. അതായിരിക്കും നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കാരണമായിരിക്കുന്നത്. എന്താ ദൈവം എക്സ്പെക്റ്റ് ചെയ്യുന്നതെന്നറിയാമോ? അബ്രഹാം കൂടാരങ്ങൾ പാർത്തു. പാർക്കുവാനൊരു കാരണമുണ്ട്. അബ്രഹാം മനസ്സിലാക്കി, ഈ വസിക്കുന്ന സ്ഥലം അല്ല എനിക്ക് വേണ്ടത്. ദൈവം അത് അവകാശമായി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ദേശമാണ്, അത് ദൈവം അവകാശമായി കൊടുക്കുക. പക്ഷേ അബ്രഹാമിന് പറയുവാനുണ്ട്, ദൈവമേ, എനിക്കിതല്ല വേണ്ടത്, എനിക്ക് നീ തന്നെ ശില്പിയായി നിർമ്മിച്ചത് അടിസ്ഥാനമുള്ള നഗരം, അതാണ് എനിക്ക് ആവശ്യം. ഞാൻ ആ ഭാഗം പിന്നീട് താഴോട്ട് വരുമ്പോൾ വരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല. എന്താ ഇവിടുത്തെ വിഷയം? അബ്രഹാമിൻ്റെ അനുഗ്രഹത്തിൻ്റെ മുൻപിൽ അബ്രഹാം ഇരിക്കുമ്പോൾ അനുഗ്രഹമായിരുന്നില്ല അബ്രഹാമിൻ്റെ കാഴ്ചപ്പാട്, ദൈവത്തിൻ്റെ ഭവനമാണ് അബ്രഹാം കണ്ടത്. ഇന്ന് രാത്രി ശ്രദ്ധിക്കുക പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞ പല പോയിൻറ്റ്സ് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ മുൻപാകെ വാഗ്ദത്ത നിവർത്തീകരണത്തിന് വേണ്ടി ക്ഷമയോടെ കാത്തിരിക്കേണ്ടത് ആവശ്യമാകുന്നുവെങ്കിൽ എടുത്ത് ചാടരുത്. ബി പേഷ്യൻ്റ്. അതായിരിക്കും നമ്മുടെ അനുഗ്രഹം. വാഗ്ദത്തം ചെയ്തവൻ നിറവേറ്റുക തന്നെ ചെയ്യും. അതൊരിക്കലും മാറിപ്പോകത്തില്ല. പക്ഷെങ്കിൽ തെറ്റിപ്പോകാതിരിക്കേണ്ടതിന് എടുത്ത് ചാടരുത്. 2, ഞാൻ പറഞ്ഞു വന്നത് എന്താ അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ വിഷയം? ഞാൻ ആദ്യം പറയുണ്ടായി, അബ്രഹാമിന് ലഭിച്ച വാഗ്ദത്തം ആര് പ്രാപിച്ചു? ഇസ്ഹാക്ക് ലഭിച്ചത് ആര് പ്രാപിച്ചു? യാക്കോബ്. അതുകൊണ്ട് നമുക്ക് വേണം ദൈവത്തിൻ്റെ ഒരു മാൻഡേറ്റ്. ഈ സഭയിൽ കടന്നു വരുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ ഒരു മാൻഡേറ്റ് കൊടുക്കണമെന്ന് വാസ്തവമായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എനിക്ക് തന്നിരിക്കുന്ന അരുളപ്പാടിതാ, എൻ്റെ ജനം സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അത് മുഖാന്തരം അവർ ദൈവത്തിൻ്റെ ശിഷ്യന്മാരായിത്തീരും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ച ഒരൊറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ലോർഡ്, മേക്ക് എവരി വൺ ദ ഡിസൈപ്പിൾ ഓഫ് ഗാഡ്. ഞാൻ പറഞ്ഞു വന്ന എന്നാണെന്നറിയാമോ? ദൈവത്തിൻ്റെ വാഗ്ദത്തം അത് നമ്മൾ ഏറ്റെടുക്കണം. ദൈവം നമ്മോട് അരുളി ചെയ്യും. അവസാനമായിട്ട് ഞാൻ പറഞ്ഞത്, അബ്രഹാമിൻ്റെ അനുഗ്രഹം, ഇത്രമാത്രം അനുഗ്രഹം വന്നിട്ടും അബ്രഹാമിൻ്റെ കണ്ണുകൾ നട്ടത്
അനുഗ്രഹത്തിലല്ല, അനുഗ്രഹത്തിൻ്റെ ദാതാവിലാണ് കണ്ണു നടുവാനിടയായി തീർന്നത്. എനിക്കും നിങ്ങൾക്ക് വേണ്ടത് അതാ. ദൈവം നമ്മളെ എത്രത്തോളം അനുഗ്രഹിക്കുമോ, അനുഗ്രഹമല്ല എൻ്റെ നിങ്ങളുടെ മുൻപിൽ കാണുന്നത്, പിന്നെയോ അനുഗ്രഹിക്കുന്നവനെ നാം കാണണം. അനുഗ്രഹിക്കുന്ന നല്ല ദൈവത്തെ കണ്ടിട്ട് ദൈവത്തോട് പറയുമോ, കർത്താവേ ഇത് മുഴുവൻ നിൻ്റെ ദാനം എന്ന് പറഞ്ഞാൽ, നോഹയുടെ നിഷ്കളങ്കതയല്ല നോഹ പെട്ടകത്തിൽ കയറിയത്. നോഹ ദൈവത്തോടു കൂടെ നടന്നതല്ല നോഹ പെട്ടകത്തിൽ കയറിയത്. നോഹ നീതിമാനായതുകൊണ്ടല്ല പെട്ടകത്തിനകത്ത് കയറിയത്. പെട്ടകത്തിനകത്ത് കയറുവാനുള്ള ഒരൊറ്റ കാരണമുള്ളായിരുന്നു, ദൈവത്തിൻ്റെ കരുണ ലഭിച്ചു. ഞാൻ ഓർപ്പിക്കട്ടെ, എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ, എന്തെല്ലാം നമ്മുടെ വിശുദ്ധ ജീവിതത്തിൻ്റെ പടികൾ പറയുവാൻ സാധിക്കുമെങ്കിലും, ദൈവിക ശുശ്രൂഷയുടെ ആയിരക്കണക്കിന് കാര്യങ്ങൾ പറയാൻ ദൈവം എന്നിൽ കൂടെ എക്സ്പെക്റ്റ് ചെയ്യുന്ന അതല്ല, ദൈവത്തിൻ്റെ കരുണയിൽ ഞാൻ നിങ്ങളുമാകുക. എന്താ ഇവിടുത്തെ വിഷയം? അബ്രഹാം മനസ്സിലാക്കി, ദൈവം എന്നോട് കരുണ കാണിക്കുന്നു. ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ദാതാവായിരിക്കും ദൈവത്തെ കണ്ട് ആ ദൈവത്തിന് മഹത്വം കൊടുത്ത് ജീവിപ്പാൻ അബ്രഹാമിന് സാധിച്ചു. ഇന്ന് രാത്രി ആ ചോദ്യം നമ്മളോട്, ഈ നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ഈ അനുഗ്രഹമാണോ എൻ്റെയും നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നതോ, അതോ അനുഗ്രഹത്തിൻ്റെ ദാതാവോ? അനുഗ്രഹമാണ് നമ്മുടെ മുൻപിൽ നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കിക്കോണം, ഈ അനുഗ്രഹം വളരെ പെട്ടെന്ന് നമ്മളിൽ നിന്ന് മാറ്റപ്പെടുവാൻ സാധിക്കും. അനുഗ്രഹത്തിൻ്റെ ദാതാവാകുന്നുവെങ്കിൽ ഈ അനുഗ്രഹം വീണ്ടും അബണ്ടൻറ്റ് ബ്ലെസ്സിങ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും.